ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷോൾ ഡിസൈനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുന്നേ ഒരു ഷോൾ ഡിസൈനിങ് കാണിച്ചപ്പോൾ ഈ ഷോള് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡിസൈൻ ചെയ്യുന്നത് എന്തായാലും കാണിക്കണമെന്ന് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്നതാണ്, സീക്വൻസ് വർക്കാണ്. ഈ ഷോളിനെ കണ്ടപ്പം ഓർമ്മ വന്നിട്ടുണ്ടാവും ആ വീഡിയോ കണ്ടവർക്ക്. ഇത് ഷോളിൽ മാത്രമല്ല കേട്ടോ, ഇതേപോലെ നമുക്ക് സാരിയിൽ ചെയ്യാം, ചുരിദാറിൽ ചെയ്യാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഇതാണ് ഷോള്, ബ്ലാക്ക് ഷോളാണ് ഇത്. പിന്നെ റയോൺ അല്ല, എന്താ പറയുക, റയോൺ പോലുള്ള ക്ലോത്ത് ആണ്. ബ്ലാക്കിൽ ഇത് ഫോട്ടോയിൽ കാണുമ്പോൾ അത്ര തന്നെ ബ്ലാക്ക് ആയിട്ട് തോന്നുന്നില്ല, നല്ലൊരു ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. ബ്ലാക്കിൽ ബ്ലാക്ക് തന്നെയാണ് സീക്വൻസ്. ഈ ലേസ് പിന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ലേസ് ഞാൻ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ്. ഇതേപോലെ ലേസ് പോലുള്ള ലേസ് മെറ്റീരിയൽ ഉണ്ടല്ലോ, ലേസ് ആയിട്ടല്ലാതെ ഈ സീക്വൻസ് മെറ്റീരിയൽ അത് ഉപയോഗിച്ച് അത് 1/2 മീറ്ററൊക്കെ വാങ്ങിയിട്ട് ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ആക്കാം. ഈ ലേസിന് മീറ്ററിന് 40 രൂപയാണ് വന്നിട്ടുള്ളത്. ഇതിന് താഴെ കൊടുത്തിട്ട് ഈ ഹാങ്ങിങ് ഞാൻ വാങ്ങിയതാണ്. ഇത് ഉണ്ടാക്കുന്ന മെത്തേഡ് തന്നെയാണ് നമ്മൾ ആ കഴിഞ്ഞ ഇതിന്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു വ്യത്യാസം ആ വീഡിയോയിൽ പറഞ്ഞതിനേക്കാളും കുറച്ചൊരു വ്യത്യാസത്തിൽ കൈകൊണ്ട് സ്റ്റിച്ച് ഈ ഒരു വീഡിയോ അടിപൊളി ഷോൾ ഡിസൈൻ ചെയ്യുന്നുള്ള ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന് ആ ലെങ്ത് ഒന്ന് കുറച്ചു എന്ന് മാത്രം. എന്നിട്ട് കുറച്ച് പിന്നെ ബോർഡറിന് സ്റ്റിച്ച് കൊടുക്കുന്നത് പോലെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാം, ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാം. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ പെരുന്നാളിനേക്കൊക്കെ സ്വന്തം ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലും അവർക്ക് വെറുതെ ഫോണിലൊക്കെ സമയം കൊല്ലുന്നതിന് പകരം ആവും ചെയ്ത് അവർക്ക് പിന്നീട് നല്ല വരുമാനമാക്കാം. ഞാൻ പറഞ്ഞ ഈ ഹാങ്ങിങ് വാങ്ങിയില്ലേ, 50 രൂപയാണ് ഈ ഒരു ഹാങ്ങിങ്ങിന്. 10 രൂപക്ക് കിട്ടുന്ന പിന്നെ ഇത് കട്ട് ബീഡ് മൊത്തം വേണ്ടി വരൂല അതിന്. അങ്ങനെ ഒരു ഹാങ്ങിങ്ങിന് 50 രൂപ വെച്ചിട്ട് 200 രൂപ വരും ഇങ്ങനെ ഹാങ്ങിങ് വാങ്ങുമ്പോൾ. അപ്പൊ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ വരുമാനമാക്കാം കുട്ടികൾക്കൊക്കെ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ബ്ലാക്ക് സീക്വൻസ്. ബ്ലാക്ക് തന്നെ ഏത് കളറിലും ഇപ്പൊ സീക്വൻസ് കിട്ടും കേട്ടോ. പേസ്റ്റൽ കളേഴ്സ് ഒക്കെ കിട്ടും, വൈറ്റ്, ഗോൾഡൻ, സിൽവർ, പിന്നെ പീച്ച്, പിങ്ക്, ബ്ലൂ, എല്ലാ കളറിലും ഇപ്പൊ കിട്ടുന്നുണ്ട്. മുമ്പത്തെ മാതിരി ആ നോർമൽ കളേഴ്സ് മാത്രമല്ല, പല പേസ്റ്റൽ കളേഴ്സും കിട്ടുന്നുണ്ട്. ഇതിലിപ്പോ 3 വീതമാക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ നമ്മളെ വാട്സപ്പ് ക്ലാസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ ബാച്ച് തുടങ്ങിയിട്ട് 3 ക്ലാസ്സാണ് നടന്നിട്ടുള്ളത്. പലരും ഇപ്പോഴും ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി നോമ്പ് തുടങ്ങിയാൽ നമ്മൾ തൽക്കാലം നിർത്തിവെക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. എന്നെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് തരാം. അപ്പൊ ഞാനിതാ ബ്ലാക്കിൽ ചെയ്താൽ കാണൂലാത്തത് കൊണ്ട് ഒരു വൈറ്റ് ക്ലോത്തിൽ ചെയ്യാണ്. സൂചി അടിയിൽ നിന്ന് കുത്തിയെടുത്ത് എന്നിട്ട് ഒരു സീക്വൻസ് ആദ്യം കുറക്കുക. ഒരു സീക്വൻസ് കൊടുത്തിട്ട് സീക്വൻസിന് എപ്പോഴും നമ്മൾ സീക്വൻസിന്റെ സെയിം കളർ തന്നെ നൂലെടുക്കാൻ, അതായത് സെയിം കളർ സീക്വൻസിൽ തന്നെയാണല്ലോ നമ്മൾ ഷോളിൽ ചെയ്യുക. ബ്ലാക്കിലാണെങ്കിൽ ബ്ലാക്ക്, വൈറ്റിലാണ് വൈറ്റ്, അങ്ങനെയൊക്കെ നല്ല ബേബി പിങ്ക് പോലുള്ള സീക്വൻസ് ഒക്കെ കണ്ടാൽ കൊതിയാവും. അത്രയും ഭംഗിയാണ് അതൊക്കെ കാണാൻ. അങ്ങനത്തെ ക്ലോത്ത് ഇപ്പൊ ഡ്രസ്സ് തന്നെ ക്ലോത്ത് നമുക്ക് ഡൈ ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ചുരിദാറൊക്കെ വെറും ഈ ഒരൊറ്റ വർക്കിൽ ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. നല്ല പാർട്ടി വെയർ ലുക്കാക്കി എടുക്കാനും പറ്റും. സീക്വൻസ് കോർത്തെടുത്ത് അത് നൂല് പിന്നെ പുറത്തേക്കെടുത്ത് ഒരു സീക്വൻസിന് 2 സ്റ്റിച്ച് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു കോർത്തുന്നിട്ട് അതിന്റെ ആ സെന്ററിലെ ഹോളിലെ കൂടി ഒന്നുകൂടി കോർത്തെടുത്ത് അതിനൊന്നുകൂടി അവിടെ ഉറപ്പിക്കണം. വേണ്ട, ഇതേപോലെ ഒന്നുകൂടി അതിന്റെ ഉള്ളിലേക്ക് കൂടി 2 തവണ തുന്നിക്കഴിഞ്ഞാല് അത് അവിടെ നിന്നോളും. ഇല്ലഞ്ഞാല് പിന്നെ ഒന്ന് ഇളകി കളിക്കും, എന്താ പറയാ, പല്ലെടുക്കണ പോലെ ഇളകി കളിക്കും. പിന്നെ നമ്മൾ വാഷ് ചെയ്യണ സമയത്ത് വേറെ എന്തിനെങ്കിലും ഹുക്കിന്റെ കൂടെ ഒക്കെ ആയിട്ടാകുമ്പോൾ കൊളുത്തി വലിഞ്ഞ രൂപത്തിൽ നിൽക്കും. ചിലപ്പം കുറെ ടൈറ്റ് വാഷിംഗ് മെഷീനിലൊന്നിട്ട് അലക്കാനും ശ്രമിക്കരുത്. ഇതൊക്കെ ഷോളൊക്കെ ആകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് വാഷ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെ തുന്നിയിട്ട് അപ്പൊ നമ്മൾ ആക്കി എന്നിട്ട് അടുപ്പിച്ച് ആ തുന്നുമ്പോ ആ അകലം, സൂചി കൊണ്ടുള്ള അകലം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഏകദേശം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എത്രത്തോളം ഗ്യാപ്പ് വേണം. ഇതിപ്പോ ഇങ്ങനെ ആക്കിയിട്ട് ഇതിന് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്താൽ സീക്വൻസ് തിരിച്ചും മറിച്ചും ആണെങ്കിലൊക്കെ ഒരേപോലെ ഗ്ലേസിങ്ങൾ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക.
പിന്നെ സീക്വൻസിൽ ഫ്ലവർ ഡിസൈന്, സ്റ്റാർ ഡിസൈന്, പിന്നെ സ്ക്വയർ ഡിസൈൻ, അങ്ങനെയൊക്കെ സീക്വൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് വാങ്ങാം. ചില സ്ഥലങ്ങളിലൊക്കെ തൂക്കി 10 ഗ്രാം 5 ഗ്രാം അങ്ങനെ തൂക്കിയിട്ട് വാങ്ങാനും കിട്ടുന്നുണ്ട്, പാക്കറ്റ് ആക്കി വെക്കാത്ത സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ചിട്ട് വാങ്ങാം. ഇതിങ്ങനെ 3 ഫിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഈ ബാക്കിൽ ഒരുപാട് ആളുകൾ എപ്പോഴും പറയുന്ന സംഗതിയാണ്, ബാക്ക് കറക്റ്റ് ആക്കുന്ന പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഒരു ഹോള് പോലെ വരും നമ്മളിങ്ങനെ വലിക്കുമ്പോൾ, അതിലൊന്ന് ടൈറ്റ് ആക്കി പിന്നെ ഒന്നുകൂടി അതിൻ്റെ ഉള്ളിലേക്ക് കൂടി എടുത്തിട്ട് ഒരു 2-3 ചുറ്റ് ആ സൂചിയിൽ ചുറ്റി കൊടുക്കണം. എന്നിട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നൊന്നും പോകൂല കേട്ടാ. സൂചി അല്ല, നൂല് കറക്റ്റ് നൂലിൻ്റെ എടുക്കുക. സൂചി എപ്പോഴും ഇതിന് വേണ്ടി സീക്വൻസ് വർക്ക്, പിന്നെ നമ്മളെ ഷുഗർ ബീഡ് വർക്കിനൊക്കെ നമ്പർ 9, 9 അല്ലെങ്കിൽ 10 ഈ രണ്ടിലേതെങ്കിലും സൂചി വാങ്ങാൻ ശ്രമിക്കുക. അത് അങ്ങനെ പറയുമ്പോൾ ചില ഷോപ്പുകാർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ സൂചിയിലേക്ക് കൂടി കോർത്ത് നോക്കിയാൽ മതി. അതേപോലെ തന്നെ 2 സ്റ്റിച്ചും കൂടി 2 മോഡലും കൂടി കാണിക്കുകയാണ്. ഇതേപോലെ ഇങ്ങനെ ഫ്ലവർ പോലെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പിന്നെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. മനസ്സിലായില്ലേ? അതിങ്ങനെ 4 എണ്ണം സീക്വൻസ് വെച്ച്, പിന്നെ 3 എണ്ണം വെച്ച്, പിന്നെ 2 എണ്ണം വെച്ച്. ഇതിപ്പോൾ വെറും 3 എണ്ണം അല്ലേ വെച്ച്. ഇത്ര തന്നെ ഇതിനേക്കാളും വലുപ്പത്തിൽ എല്ലാം കൂടി കുറച്ചും കൂടി ഭംഗിയായിട്ട് വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നല്ല ലുക്കായിട്ട്, ഇപ്പം അങ്ങനെയൊക്കെ ആണല്ലോ, ക്ലോത്തിൽ തന്നെ വരുന്നുണ്ട് ഇങ്ങനത്തെ വർക്ക്. സീക്വൻസ് ആയിട്ട് ക്ലോത്തിൽ തന്നെ വരുന്നുണ്ട്. ലെഹങ്ക ഒക്കെ ചെയ്യുന്ന ക്ലോത്തുകൾ എത്രയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഷോളിന്റെ വർക്ക് ഇത്രയേ ഉള്ളൂ. സാരിയിലൊക്കെ ഒരു പ്ലെയിൻ സാരി വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹാങ്ങിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെവി ലുക്കാക്കാം. ഈ ബ്ലാക്ക് തന്നെ സീക്വൻസ് കൊടുത്തു കഴിഞ്ഞാൽ രാത്രി ഫംഗ്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. വെറും ചുരിദാറിനെ ശ്രദ്ധിക്കൂല, ഷോള് ഇങ്ങനെ ഹെവി ആക്കി കഴിഞ്ഞാൽ ഷോളുമ്മൽ പോയിക്കോളും ആളും ലുക്ക്. അപ്പോൾ പിന്നെ അധിക കോസ്റ്റ് ഒന്നും വരില്ല. ഇതിപ്പം ലേസ് ഇങ്ങനെ 40 രൂപന്റെ ലേസാണ് വാങ്ങിയത്. അപ്പോൾ കുറച്ച് റേറ്റ് അതിന് വന്നിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമായി ആ ലേസ്. പിന്നെ ബ്ലാക്ക് ഷോള് പെർമനന്റ് ആയിട്ട് അങ്ങനെ ഏതിനും ഇടാവുന്ന രൂപത്തിലാണ്. പിന്നെ ഞാൻ ഈ ഒരു പർദ്ദന്റെ മോളെ റെഡിമെയ്ഡ് പർദ്ദയായിരുന്നു. ഇതിന്റെ വർക്ക് കുറെ പോയപ്പം അതൊന്ന് ഫിക്സ് ചെയ്ത്, അപ്പൊ നല്ല എളുപ്പമുള്ള വർക്കായിട്ട് എനിക്ക് ഫീലായി. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾക്കും അത് ചുരിദാറിലോ പാന്റിന്റെ താഴെ ഭാഗത്തോ സ്ലീവിന്റെ താഴെ ഭാഗത്തോ ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഷോളിന് ഇതേപോലെ ബോർഡർ ആക്കിയിട്ടൊക്കെ ചെയ്യാം. അപ്പൊ അതും കൂടി ഒന്ന് ഇതിൽ ഉൾക്കൊള്ളിച്ചതാണ്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാൽ അതായല്ലോ. അത് ഈ പറഞ്ഞ പോലെ പർദ്ദയിൽ ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് തന്നെയാണ് ഏറ്റവും ഭംഗി. ആ ഒരു പിന്നെ ഇതിൽ ഷുഗർ ബീഡും പിന്നെ ക്രിസ്റ്റൽ ബീഡും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനത്തെ വർക്ക് പിന്നെ ഇപ്പൊ പർദ്ദന്റെ റേറ്റ് കൂടുന്നത് തന്നെ ഇതേപോലുള്ള ഹാൻഡ് വർക്കിനാണ്. ഹാൻഡ് വർക്ക് മാത്രം ചെയ്ത് കൊടുക്കുന്ന ആളുകൾ എത്രയോ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുണ്ടല്ലേ, ഒന്നിന്റെ ഇടയിലേക്ക് കൂടി മറ്റൊന്ന് കോർക്കുന്ന രൂപത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം സൂചി കോർത്ത് എടുത്ത് അതിലേക്ക് ഷുഗർ ബീഡ് ഒരു 5 എണ്ണാണ് കോർക്കേണ്ടത്. കണ്ടാ, 5 ഷുഗർ ബീഡ് കോർക്കുക. എന്നിട്ട് അറ്റത്ത് കുറച്ച് വലിപ്പ വ്യത്യാസമുണ്ട്. ഷുഗർ ബീഡിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുണ്ട് കേട്ടോ. അറ്റത്ത് കോർത്തിട്ടുള്ള ബീഡ് ഇതാണ്. അത് വേണേൽ കട്ട് ബീഡിൽ ചെയ്യാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇതേപോലെ ഷുഗർ ബീഡും ക്രിസ്റ്റൽ ബീഡും കൊടുക്കാം. എന്നിട്ട് അതിന്റെ ഒരു പകുതിക്ക് വെച്ചിട്ടാണ് മറ്റേ സൈഡിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് ഇതിങ്ങനെ ഒരു സ്പെഷ്യൽ സ്റ്റൈലായിട്ട് മാറുക. അല്ലെങ്കിൽ ഒരേപോലെയാണ് വെച്ചാൽ ഒരേപോലെ, ഞാനിപ്പോൾ അതിൽ കണ്ടത് അതേപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാണെന്ന് മാത്രം. ഈ ഷുഗർ ബീഡ് കോർക്കുന്ന സമയത്തൊക്കെ സൂചി ഏറ്റവും മെലിഞ്ഞ സൂചി അല്ലെങ്കിൽ കുറേ ഷുഗർ ബീഡ് അതിലേക്ക് കൂടി കയറാതെ ആ ഹോളിന്റെ അടുത്ത് വന്ന് സ്റ്റെക്ക് ആവും. അതുകൊണ്ട് ഏറ്റവും ചെറിയ സൂചി തന്നെ എടുക്കണം. അത് കോർക്കാൻ ഞാൻ മുന്നത്തൊക്കെ വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ, സൂചിയിൽ നൂല് കോർക്കാനുള്ള ആ ഒരു ടൂള്, ആ സാധനം നമ്മളെ കയ്യിലുണ്ട്. ഫാസ്റ്റ് ആയിട്ട് വേഗം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വേണ്ട, ഇതും 5 ബീഡ് കോർത്ത്, എന്നിട്ട് പിന്നെ ക്രിസ്റ്റൽ ബീഡ് കോർത്ത് ആ ഒരു പോയിന്റിലേക്ക് വെച്ച് താഴേക്ക് കുത്തിയിറക്കുക. ഇത് അധികം പിന്നെ ലോങ് ഡിസ്റ്റൻസിലല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരൊറ്റ ഇതിൽ തന്നെ ടൈറ്റ് ആയി നിന്ന് കേട്ടോ. സൂചിയിൽ നൂലെടുക്കുമ്പോൾ 2 ലെയർ ആക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. ഒറ്റ ലെയറിലല്ല, 2 ലെയർ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലാണ് ഒരു ഉറപ്പുണ്ടാവുക. അതേപോലെ ഇങ്ങനത്തെ പിന്നെ പർദ്ദയൊന്നും ഒരിക്കലും വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യരുത് കേട്ടോ. ഹാൻഡ് വർക്ക് വരുന്ന പർദ്ദകൾ വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുത്തുകൾ കംപ്ലീറ്റ് ആ വാഷിംഗ് മെഷീനിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിക്കുക. പർദ്ദ ക്ലോത്തിലൊക്കെ ചളിയൊക്കെ വേഗം പോകും. ഒന്ന് സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുക, എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് അലക്കി 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വാഷിംഗ് മെഷീനിലിട്ട് മടി കാരണം വാഷിംഗ് മെഷീനിലിട്ട് കറക്കി എടുത്തു കഴിഞ്ഞാൽ ഈ പണി മുഴുവൻ അവിടെ വെള്ളത്തിന്റെ കൂടെ അങ്ങോട്ട് പോയി കിട്ടും. ഇതിപ്പോ മുളക് കേട് വന്നത് എന്താ വെച്ചാല്, അവള് പിന്നെ കോളേജിൽ ചെയറിലിരുന്ന് ബാക്കിലായിരുന്നു കൂടുതൽ വർക്കും. അപ്പൊ ചെയറിലിരുന്ന് ഇങ്ങനെ
വരഞ്ഞപ്പം ആ ത്രെഡൊക്കെ പൊട്ടിപ്പോയതാണ്. അങ്ങനെ ഞാൻ ഫിക്സ് ചെയ്തതാണ്. അപ്പം എനിക്ക് തോന്നിയത് പിന്നെ അത്യാവശ്യം ഐഡിയ ഉള്ള ആളുകൾക്ക് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാം. കണ്ട ഇതിന്റെ ബാക്കിൽ ഈ ഒരു സ്റ്റൈലിലാണ് വർക്ക് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, അടുത്തടുത്താക്കി കൊടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇതിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് ഈ ബ്ലാക്കിൽ നല്ല വൈറ്റ് ഡ്രസ്സ്, വെറും പ്ലെയിൻ തുണി വൈറ്റ് വാങ്ങിയിട്ട് വൈറ്റ് ബീഡ്സ് കയ്യിൽ 2 ലെയറായിട്ടും നെക്കിലും സ്ലിറ്റിന്റെ സൈഡിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഈ ബീഡ്സിന്, ഈ കട്ട് ബീഡ്സിനൊക്കെ ഒരു തിളക്കാണ്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒരു തിളക്കം ഉണ്ടാവും. അപ്പോൾ ഡ്രസ്സിന് വേറെ തന്നെ ഒരു ലുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അത് ശ്രമിച്ച് നോക്കുക. വലിയ ബീഡ്സിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവും. പിന്നെ ചെറിയ ബീഡ്സിൽ ചെയ്ത് ഇതാക്കിയാൽ മതി. ഡ്രസ്സിന്റെ ബാക്കിൽ ജസ്റ്റ് റൗണ്ട് ഷേപ്പിലൊക്കെ ഈ വരച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിൽ വരയ്ക്കാം. ഹാർട്ട് ഷേപ്പോ റൗണ്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാട്ടോ. അപ്പോൾ പിന്നെ പെരുന്നാളിനേക്കൊക്കെ ഉള്ള ഡ്രസ്സുകൾ ചെയ്യാൻ ഇപ്പോൾ എല്ലാവരും ഏകദേശമൊക്കെ ഒരുങ്ങുന്നുണ്ടാവും. നോമ്പിനൊന്നും പർച്ചേസിന് പോവണ്ട എന്നുള്ള നിലയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഐഡിയാസ് ചെയ്ത് നോക്കുക. ഇത് ജസ്റ്റ് ആ പർദ്ദ ഏത് ഭാഗത്താണ് വർക്ക് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഡ്രസ്സ് ഇട്ട് കാണിക്കുകയാണ്. കണ്ട ബാക്കിൽ ഇങ്ങനെ. അത് വേണമെങ്കിൽ സെന്ററിൽ വലിയൊരു ഡിസൈൻ ആക്കിയിട്ട് ഫ്ലവർ റോസാപ്പൂവിന്റെ ബോർഡർ പോലെ ഒക്കെ ആക്കിയിട്ടൊക്കെ കൊടുക്കുക. ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറന്നു പോകരുത്. നിങ്ങളുടെ കമന്റ്സുകളൊക്കെ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ വളർച്ച. അതേപോലെ തന്നെ വാട്സപ്പ് ക്ലാസ് താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു ബാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻഷാ അല്ലാഹ് കുറച്ചൊരു ബ്രേക്കിന് ശേഷമായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഓഗസ്റ്റിലൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇത് പിന്നെ ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ. അസ്സലാമു അലൈക്കും. ഇതാണ് കേട്ടോ എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ. ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി.